നടൻ ദിലീപിന്റെ ശബരിമല ദർശനത്തിൽ വൻ ഉദ്യോഗസ്ഥ വീഴ്ച. ദിലീപിന് താമസം ഒരുക്കിയത് ദേവസ്വം ഓഫീസ് കോംപ്ലക്സിൽ. മന്ത്രിയും ബോർഡ് അംഗങ്ങളും ഉന്നത ഉദ്യോഗസ്ഥരും താമസിക്കുന്ന ഇടത്ത് ദിലീപിന് മുറി നൽകി. താമസം അനുവദിച്ചത് പണം വാങ്ങാതെ. വീഴ്ച വരുത്തിയവർക്കെതിരെ കർശന നടപടിക്ക് നീക്കം. അന്വേഷണ റിപ്പോർട്ട് ദേവസ്വം ബോർഡിന് കൈമാറി. വിവരങ്ങളുമായി അഖിൽ പാലോട്ട് മഠം ചേരുന്നു. അഖിൽ, നടൻ ദിലീപിന്റെ VIP ദർശനവുമായി ബന്ധപ്പെട്ട് ഏതൊക്കെ തരത്തിലുള്ള കാര്യങ്ങൾ പരാമർശിച്ചുകൊണ്ടുള്ള റിപ്പോർട്ടാണ് ദേവസ്വം ബോർഡിന് കൈമാറിയിരിക്കുന്നത്? രോഹിണി, കഴിഞ്ഞ ദിവസം ദിലീപ് ഇവിടെ ദർശനത്തിനെത്തിയ പിറ്റേ ദിവസം തന്നെ കോടതിയുടെ പരാമർശമുണ്ടാകുന്നു. VIP ദർശനമാണ് നൽകിയത്, അത് ഭക്തജനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കി എന്നതായിരുന്നു കോടതിയുടെ ഒരു പരാമർശം. ആ പരാമർശത്തിലാണ് ആഭ്യന്തര അന്വേഷണം നടത്തി ദേവസ്വം ബോർഡിന് ഇപ്പോൾ വിജിലൻസ് റിപ്പോർട്ട് കൈമാറിയിരിക്കുന്നത്. അതിൽ പ്രധാനമായും പറയുന്നത് ദേവസ്വം കോംപ്ലക്സ്, അതായത് ദേവസ്വം വകുപ്പ് മന്ത്രിയും ദേവസ്വം ബോർഡ് പ്രസിഡന്റും അംഗങ്ങളും മറ്റ് ഉന്നത ഉദ്യോഗസ്ഥരും താമസിക്കുന്ന ഇടത്ത് പണം വാങ്ങാതെ ദിലീപിന് താമസിക്കാനുള്ള സൗകര്യം ഒരുക്കി. ആ താമസം ഒരുക്കുന്നത് ദേവസ്വം ബോർഡ് മെമ്പറായിട്ടുള്ള സുന്ദരേശൻ മെമ്പറുടെ റൂമിലാണ് ദിലീപിന് താമസിക്കാനും അതുപോലെ തന്നെ മറ്റു സൗകര്യങ്ങളും ഒരുക്കി കൊടുത്തത് എന്നതാണ് ആ റിപ്പോർട്ടിൽ പറയുന്നത്. മറ്റൊരു കാര്യം കൂടി, എക്സിക്യൂട്ടീവ് ഓഫീസറുടെ ഭാഗത്തു നിന്നും അതുപോലെ തന്നെ ദേവസ്വം ജീവനക്കാരുടെ ഭാഗത്തു നിന്നും ഒക്കെ തന്നെ വീഴ്ച സംഭവിച്ചിട്ടുണ്ട്. അത് ദിലീപിനെ കൊണ്ടുപോകുന്നതിലേക്ക് വേണ്ടിയിട്ടുള്ള സൗകര്യങ്ങൾ ഒരുക്കിയത് ഉദ്യോഗസ്ഥരാണ് എന്ന തരത്തിലാണ് ഇപ്പോൾ റിപ്പോർട്ടിൽ പരാമർശിക്കുന്നത്. അല്പസമയം മുമ്പാണ് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് മാധ്യമങ്ങളോട് പ്രതികരിക്കുന്നുണ്ട്. ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പറയുന്നത് പൂർണ്ണമായിട്ടും ഈ കാര്യത്തിൽ ഉദ്യോഗസ്ഥ തലത്തിൽ വീഴ്ച സംഭവിച്ചിട്ടുണ്ട്, വീഴ്ച കണ്ടെത്തിയിട്ടുണ്ട്. അതിന്റെ പശ്ചാത്തലത്തിൽ 4 ജീവനക്കാർക്കെതിരെ, അത് 2 ഗാർഡുമാരും അതുപോലെ തന്നെ അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് ഓഫീസറും AEO അടക്കമുള്ള 4 ജീവനക്കാർക്കെതിരെ നടപടി ആവശ്യപ്പെട്ടുകൊണ്ടുള്ള ഒരു റിപ്പോർട്ടാണ് ഇപ്പോൾ ദേവസ്വം ബോർഡ് നൽകിയിട്ടുള്ളത്. അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ, എക്സിക്യൂട്ടീവ് ഓഫീസർ, 2 ഗാർഡുമാർ എന്നിവരാണ് 4 ജീവനക്കാരായി പറയുന്നത്. തുടർ വിശദീകരണം പൂർണ്ണമായും കേട്ടതിനു ശേഷം ഒരു നടപടി സ്വീകരിക്കുമെന്നും ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ഇപ്പോൾ വ്യക്തമാക്കിയിട്ടുണ്ട്. എന്തായാലും സ്വാഭാവികമായിട്ടുള്ള നടപടിക്രമങ്ങളാണ് ദേവസ്വം ബോർഡ് ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നത് എന്നതാണ് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ഭാഗത്തു നിന്നുള്ള വിശദീകരണം. രോഹിണി, ശരി. അഖിൽ പാലോട്ട് മഠമാണ് വിവരങ്ങൾ നൽകിയത്.